ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കറി നാരങ്ങ അച്ചാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ വടുകപ്പുളി നാരങ്ങ അച്ചാർ എന്ന് പറയും. സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കയ്പില്ലാത്ത അച്ചാറാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. ഈ ഒരു നാരങ്ങ അച്ചാർ റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്യുന്നത് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാരങ്ങയുടെ 2 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം തൊലി കളയാതെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. അതുപോലെ തന്നെ ഞാനിത് വേവിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു അച്ചാറിന് അധികം കയ്പൊന്നും ഇല്ലാതെ തന്നെ ഒരു 2 ദിവസത്തിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അച്ചാറാണ്. 2 ദിവസത്തിൽ തന്നെ ഈ ഒരു അച്ചാറിൻ്റെ കയ്പെല്ലാം പോയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉള്ളിലുള്ള കുരു എല്ലാം കളയാൻ ശ്രദ്ധിക്കണം. കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്പ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു നാരങ്ങ അച്ചാറിന് ഒരുപാട് കയ്പൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. ഈന്തപ്പഴമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കയ്പൊന്നും ഇല്ലാതെ തന്നെ ഈ അച്ചാർ കിട്ടും. അപ്പോൾ ഇത് അരിഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യുക. ഇതിൻ്റെ തോടോടുകൂടി അരിഞ്ഞതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു അച്ചാറിലേക്ക് ഞാനൊരു 20 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 20 ഈന്തപ്പഴമാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഇതൊരു കറക്റ്റ് അളവായിരിക്കും. ഒരുപാട് കയ്പൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 20-25 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയിലാണ് നമ്മൾ ഈ ഒരു മിക്സ് അരച്ചെടുക്കാൻ പോകുന്നത്. നല്ലോണം ഒന്ന് സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അച്ചാർ റെഡിയാക്കുന്നത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നല്ലെണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം. 2 കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിലും നല്ലതായിരിക്കും. എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 4-5 മുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ്, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, കടുക്, വിനാഗിരി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചത്. എപ്പോഴും പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതും ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ആ ഒരു വിനാഗിരിയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് അച്ചാറിലേക്ക് കിട്ടുക. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നാരങ്ങ നന്നായി വെന്താൽ മാത്രമാണ് അതിൽ ആ ഒരു കയ്പ്പ് രസം എല്ലാം മാറുക. വിനാഗിരിയിൽ കിടന്ന് നാരങ്ങ വേവുന്ന സമയത്ത് ഒരുപാട് കയ്പ്പ് രസം ഉണ്ടാവില്ല. കൂടെ തന്നെ നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈന്തപ്പഴം നന്നായി ആ ഒരു അച്ചാറിലേക്ക് അലിഞ്ഞ് വരണം. അതായത് ഒരു കഷ്ണം പോലും അധികം ഇല്ലാതെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് അലിഞ്ഞ് വരുന്നതോറും ആ ഒരു അച്ചാറിൻ്റെ കയ്പ്പ് ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും. അതുപോലെ നല്ല രുചി ഉണ്ടാവും. ഒരുപാട് മധുരം ഉണ്ടാവില്ല. നമ്മൾ പഞ്ചസാര ഇടുന്ന പോലത്തെ ഒരു മധുരം ഉണ്ടാവില്ല. ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. അതുപോലെ കാശ്മീരി മുളക് പൊടിയും ഈന്തപ്പഴവും ചേർക്കുന്നതുകൊണ്ട് തന്നെ അച്ചാറിൻ്റെ കളറും നല്ല ഡാർക്കായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ട്രൈ ചെയ്താൽ നമുക്ക് ഓണത്തിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറെന്ന് തന്നെ പറയാം. ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല ഉണ്ടാക്കുന്ന ദിവസം തന്നെ. ഒരു 2 ദിവസം വെച്ചാൽ ആ ഒരു ബാക്കിയുള്ള ഒരു ചെറിയൊരു കയ്പും മാറി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഓണം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റും നോക്കാൻ മറക്കരുത്. ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.